ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ ലൈഫിൽ എപ്പോഴും പണത്തിൻ്റെ ഫ്ലോ വന്നുകൊണ്ടിരിക്കും. അഥവാ പണമെന്ന് പറയുന്നത് വെള്ളം പോലെ ഒഴുകിക്കൊണ്ടിരിക്കും. ഇന്നിവിടെ പറയാൻ പോകുന്ന വീഡിയോയുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ അല്ല. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ മൈൻഡ് സെറ്റ് മാത്രമാണ്. അത് മാനിഫെസ്റ്റിനെ സഹായിക്കുന്ന ഒരു ടൂളും കൂടിയിട്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പണം എന്ന് പറയുന്ന കാര്യം എന്താണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളൊരു സർവീസോ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റോ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളിലേക്ക് പണം വരികയുള്ളൂ. അത് ചിലപ്പോൾ ലോട്ടറിയിലൂടെ ആവും, അത് ചിലപ്പം ബിസിനസ്സിലൂടെ ആവും, അങ്ങനെ എന്തോ ആവട്ടെ. നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്ന സമയത്താണ് നമ്മളിലേക്ക് പണം വരുന്നത്. നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു സർവീസ് ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ നൽകുകയാണ്. അന്നേരം ആ വ്യക്തി അതിന് തുല്യമായിട്ടില്ല, അതായത് നിങ്ങളുടെ ടൈം ആയിരിക്കാം, നിങ്ങളുടെ എഫേർട്ട് ആയിരിക്കാം, നിങ്ങളുടെ റിസൾട്ട് ആയിരിക്കാം, വാട്ടെവർ, അതിന് കിട്ടുന്ന ഒരു കാര്യമാണ് പണം എന്ന് പറയുന്നത്. ഇതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പണം എന്ന് പറയുന്ന കാര്യം എങ്ങനെയാണ് നിങ്ങൾ ലൈഫിൽ വരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എൻ്റെ ലൈഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മളെല്ലാം പണത്തിന് വേണ്ടിയിട്ടാണല്ലേ നമ്മൾ ഇങ്ങനെ അധ്വാനിക്കുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത്. എന്നാൽ പണം എന്ന് പറയുന്ന കാര്യം കഠിനമായി അധ്വാനിച്ചാൽ മാത്രം വരുന്നതല്ല, അതിനെ കൃത്യമായ രീതിയിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ ഇതേപോലെ തന്നെ ദിവസവേതനത്തിന് അല്ലെങ്കിൽ ഇതേപോലെ കോൺക്രീറ്റിൻ്റെ ജോലിക്കെല്ലാം പോകുന്ന ആൾക്കാരുണ്ട്. അതിനേക്കാണ് കൂടുതലായിട്ട് ചില വ്യക്തികൾ, ചിലപ്പം ബിസിനസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രൊഡക്റ്റോ കാര്യങ്ങളോ സെല്ല് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അതിനേക്കാളും കൂടുതൽ ഉണ്ടാക്കുന്നത് ഓരോരോ മണിക്കൂറിനും ലക്ഷങ്ങൾ വരുമാനമാകുന്ന അല്ലെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന പല ബിസിനസ്സുകാരും നമ്മളെ ഇടയിൽ തന്നെയുണ്ട്. എങ്ങനെയാണ് അവർക്ക് ഇതെല്ലാം തന്നെ സാധിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണമെന്ന് പറയുന്നത് പഠിക്കുന്നവന് മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ്. പഠനം എന്ന് പറയുന്നത് ഒരു ഡിഗ്രിയോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. എൻ്റെ ലൈഫിൽ ബേസിക്കലി ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഇങ്ങനെ 2015 പാസ് ഔട്ടായതിന് അതിനുശേഷം ഞാൻ കുറേ കോഴ്സുകൾ ചെയ്തു. ഇതെല്ലാം തന്നെ എൻ്റെ അക്കാദമിക്സിനാണ് ഞാൻ പ്രാധാന്യം കൊടുത്തത്. അഥവാ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും പണം സമ്പാദിക്കാനുള്ള വഴിയായിട്ട് മാത്രം കാണാതെ നമ്മളെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അവിടെയാണ് ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ സ്കില്ലാണ് പണം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് അല്ലേ? വീഡിയോസ് കാണുന്ന സമയത്ത് അതിൻ്റെ അന്നൊരു ഏണിങ്സ് വരുന്നുണ്ട്. ഈ വീഡിയോസ് എന്തുകൊണ്ട് കാണുന്നു? അനുവിന്ദിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോസ് കാണുന്ന സമയത്ത് ഒരു ഇൻഫോർമേഷൻ വരുന്നുള്ള. അതായത് ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞാൻ ഇങ്ങനെ ഇതേപോലെ തന്നെ പുസ്തകങ്ങളും കാര്യങ്ങളും പഠിച്ചിട്ട് അതിലെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ സ്കില്ലിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അക്കാദമിക്സ് എന്ന് പറയുന്ന കാര്യം, ഇപ്പം ഞാൻ എഞ്ചിനീയറാണ് അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറാണ്, നിങ്ങൾക്ക് ഇന്ന് എന്ന MSc ഡിഗ്രി ഉണ്ട് അല്ലെങ്കിൽ PhD ഡിഗ്രി ഉണ്ട്. ഇതെല്ലാം തന്നെ നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ബേസിക് നീഡ്സാണ് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ സാധിക്കുള്ളൂ. ഇത് എൻ്റെ അനുഭവത്തിൽ പറയുന്നതാണ്. കാരണം ഞാൻ കണ്ടെടുത്തോളം കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ലോണം പഠിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു നല്ല കമ്പനിയിൽ ചെറിയൊരു ജോലി ചെയ്യും. എന്നാൽ ക്ലാസ്സിന് അല്ലെങ്കിൽ ബാക്ക് ബെഞ്ചേഴ്സ് എല്ലാം തന്നെ നല്ല രീതിയിൽ ഉയർന്നു വരുന്നതായിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം ഒരു ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ചുമ്മാ പറയുന്ന കാര്യമായിട്ടാണ് കരുതുന്നത്. എന്നാൽ എൻ്റെ കോളേജ് പഠിക്കുന്ന സമയത്ത് ബാക്ക് ബെഞ്ചേഴ്സ്, ഒന്നിനും കൊള്ളാത്തവന്മാരെന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം തന്നെ ഇന്ന് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം ജോലിക്കാരായിട്ടില്ല, ബിസിനസ്സുകാരായിട്ടും അതോടൊപ്പം തന്നെ കമ്പനിയുടെ മാനേജിങ് പോസ്റ്റിലേക്കെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മാനേജിങ് സ്കില്ലാണ്. ചിലപ്പോൾ ബാക്ക് ബെഞ്ചേഴ്സ് ചിലപ്പോൾ ക്ലാസ്സിനെ മൊത്തം കൺട്രോൾ ചെയ്യേണ്ട ഒരു കഴിവുണ്ടാവും ചില ആൾക്കാർക്ക്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അവർ ബാക്ക് ബെഞ്ചേഴ്സ് ആയിരിക്കും, പക്ഷേ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അവിടെയാണ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ മാനേജ്മെൻറ്റ്, ആൾക്കാരെ എങ്ങനെ നമുക്ക് പണിയെടുപ്പിക്കുക എന്നെല്ലാം തന്നെയാണ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഞാനിവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്കില്ല് ഉണ്ടല്ലേ. എൻ്റെ സ്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ്, മാർക്കറ്റിംഗാണ്, സെയിൽസാണ്, സൈക്കോളജിയാണ്. ഈ സ്കില്ലിനെ നമ്മൾ എത്രത്തോളം ഡെവലപ്പ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് പണം വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലാവട്ടെ അല്ലെങ്കിൽ എനിക്ക് വരുന്ന കൺസൾട്ടേഷൻ ആവട്ടെ, അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന ബിസിനസ് അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 4-5 ബിസിനസ് ഞാൻ ചെയ്യുന്നുണ്ട്. അതിലൊരു കാര്യം മാത്രമാണ് ഇത് എന്ന് പറയുന്നത്. അതിന് ഞാൻ ഡെവലപ്പ് ചെയ്ത സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത്. പണ്ടെല്ലാം ഞാൻ ഒന്നും തന്നെ സംസാരിച്ചിരുന്നില്ല. കാരണം ഒരു ഇൻട്രോവേർട്ടായിരുന്നു, ഒരു ഉൾവലിഞ്ഞ സ്വഭാവക്കാരനായിരുന്നു ഞാൻ. എന്തെങ്കിലും പറയാൻ തെറ്റിപ്പോവും അല്ലെങ്കിൽ അരപ്പൊട്ടൻ, അരക്കിറുക്കെന്നെല്ലാം പറഞ്ഞിട്ടാണ് എൻ്റെ കോളേജിലും അല്ലെങ്കിൽ സ്കൂളിലെല്ലാം തന്നെ പറഞ്ഞത്. കാരണം എന്താണ്? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. നമ്മൾ ഉദാഹരണത്തിന് പശുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ചാണകത്തെക്കുറിച്ച് പറയുന്ന പോലെയായിരുന്നു എൻ്റെ ലൈഫിൽ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? എന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പുസ്തകങ്ങൾ, ഇഷ്ടംപോലെ പുസ്തകങ്ങൾ ഞാൻ
കോളേജ് പഠിക്കുന്ന സമയത്ത്, സ്കൂൾ പഠിക്കുന്ന സമയത്ത് ലൈബ്രറിയിലുള്ള ഏകദേശം സെൽഫ് ഡെവലപ്മെൻറ്റ്, സൈക്കോളജി, മോട്ടിവേഷൻ, അതോടൊപ്പം തന്നെ മറ്റുള്ള വിജയകഥകൾ. എൻ്റെ നാട്ടിലൊരു ഗ്രന്ഥാലയമുണ്ട്, നേതാജി ഗ്രന്ഥാലയം എന്നാണ്. അവിടുത്തെ എല്ലാ ബുക്സും സെൽഫ് ഡെവലപ്മെൻറ്റ്, അതോടൊപ്പം തന്നെ ചില നോവൽസ് എല്ലാം തന്നെ സെലക്റ്റീവ് ആയിരിക്കും. ആൽക്കെമിസ്റ്റ് അതുപോലുള്ള എല്ലാ നോവൽസും ഓരോ അതായത് ലൈഫിൽ സക്സസ് ആയ ആൾക്കാരുടെ ഓരോ ആനി ബെസൻറ്റ്, അതോടൊപ്പം തന്നെ മാഡം ബ്ലവാറ്റ്സ്കി, സ്റ്റീവ് ജോബ്സ്, അങ്ങനെ പലരുടെ പുസ്തകങ്ങളും അവൈലബിൾ ആയിരുന്നു. അതെല്ലാം തന്നെ ഞാൻ ഇരുന്ന് വായിച്ചു. അങ്ങനെ നമ്മളുടെ ചിന്തയിലേക്ക് അത് ഇൻപുട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ നാവിലൂടെ വരുന്നത്. ഇപ്പം നെഗറ്റീവായി ചിന്തിക്കുന്ന ആൾക്കാർ പറയുന്ന എല്ലാം തന്നെ നെഗറ്റീവായ കാര്യങ്ങളായിരിക്കും. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകങ്ങൾ നിരന്തരം വായിക്കാൻ തുടങ്ങി. വായിച്ച് എന്നിൽ ചേഞ്ച് കൊണ്ടുവരെ വന്നു. ആ ഒരു ചേഞ്ചാണ് എൻ്റെ സംസാരത്തിൽ അതിൻ്റെ ചേഞ്ച് മറ്റുള്ളവർ കാണാൻ തുടങ്ങി. അവരെന്നെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. ആ യൂട്യൂബ് ചാനലിലൂടെ തന്നെ നമ്മളെ ക്ലാസ്സുകളിലും അല്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ആൾക്കാരിലും തന്നെ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പം ചിത്രം വരയ്ക്കേണ്ട അല്ലെങ്കിൽ ഇതേപോലെ തന്നെ പല സ്കില്ലുകളുണ്ടാവും. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്ന ഒരു കാര്യമാണ്. എൻ്റെ +2 പഠിക്കുന്ന സമയത്ത് ഒരു ശരത് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു. അവനെപ്പോഴും അടി മാത്രമേ കിട്ടൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് മാത്തമാറ്റിക്സിൽ അല്ലെങ്കിൽ കണക്കിൽ വളരെ പിറകിലായിരുന്നു. കെമിസ്ട്രി അതേപോലെയുള്ള സയൻസ് സബ്ജക്റ്റിലെല്ലാം തന്നെ പിറകിലായിരുന്നു. അതിനെ പണ്ട് അല്ലെങ്കിൽ നമ്മളെല്ലാം കാലഘട്ടത്തിൽ കുട്ടികളെ അടിക്കുക എന്നുള്ള +2 നല്ല രീതിയിൽ അടി കിട്ടിയായിരുന്നു. എപ്പോഴും ആൾക്കാർ ഇങ്ങനെ അധ്യാപകരെല്ലാം തന്നെ പുച്ഛിക്കും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നു. പക്ഷേ അവന് ഒരേ ഒരു സ്കില്ലായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ നല്ല രീതിയിൽ ചിത്രം വരയ്ക്കും. ചിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 3D ഇമേജ് എന്നെല്ലാം പറയുന്നത് അതേപോലെയാണ് അവൻ ചിത്രം വരയ്ക്കാൻ അവൻ സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെയുള്ള ഒറ്റ സ്കില്ലായിരുന്നു അവൻ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങളല്ല, നമ്മളൊരു റോബോട്ടാക്കി മാറ്റുന്ന ഒരു വിദ്യാഭ്യാസമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണമാണ് ഇന്ന് കുട്ടികളെല്ലാം തന്നെ മയക്കുമരുന്നിന് കാര്യങ്ങൾക്കെല്ലാം തന്നെ അഡിക്റ്റഡ് ആയിട്ട് മാറുന്നത്. അവരുടെ സ്കില്ലുണ്ടാവും. ചിലപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന വ്യക്തികളുണ്ടാവും, ചിലപ്പോൾ പാട്ട് പാടുന്ന വ്യക്തികളുണ്ടാവും, നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും, വീഡിയോഗ്രാഫേഴ്സ് ഉണ്ടാവും. അവരെല്ലാം തന്നെ ആ ഒരു മേഖലയിലേക്ക് വിടാതെ നിങ്ങൾ കുറച്ച് എഞ്ചിനീയേഴ്സായിട്ട് ഇങ്ങനെ അതേപോലെ തന്നെ അഡ്വക്കേറ്റ്സ് ആക്കിയിട്ട് ഡോക്ടേഴ്സ് ആയിട്ട് മാറ്റാതെ അവരെന്താണോ അവരുടെ താല്പര്യങ്ങൾ എന്താണോ അതിനനുസരിച്ച് വിട്ടു നോക്കൂ. അവർക്ക് അതൊരു ലഹരിയായിട്ട് മാറും. കാരണം ഞാനിവിടെ പറയുന്നത് ഈ ഒരു കറണ്ട് സിസ്റ്റത്തിനെതിരാണ്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള വിദ്യാഭ്യാസത്തിനെതിരാണ്. ഇതെല്ലാം തന്നെ വെറും അടിമകളാക്കി മാറ്റുന്ന ബ്രിട്ടീഷ് വിദ്യാഭ്യാസമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു വ്യക്തിയെ ഡെവലപ്പ് ചെയ്യേണ്ട വിദ്യാഭ്യാസമല്ല നമുക്കൊരിക്കലും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ശരത്ത് എന്ത് ചെയ്തു, ഇതേപോലെ തന്നെ ഡിഗ്രിയിൽ ജോയിൻ ചെയ്തു, ഏതോ ഒരു ചെറിയ കോളേജിൽ ജോയിൻ ചെയ്തു. അങ്ങനെ NIFT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി എന്ന് പറഞ്ഞ ഗുജറാത്തിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സാം എഴുതി ദൈവാനുഗ്രഹത്തിൽ അവനത് കിട്ടി. അങ്ങനെ അവൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഡയമണ്ട് ഡിസൈനിങ് എന്ന് പറഞ്ഞ മേഖല അവൻ തിരഞ്ഞെടുത്തു. ഇന്ന് ഞങ്ങളെ +2 ബാച്ചിലുള്ള ഏറ്റവും കൂടുതൽ സാലറിയും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുന്നതുമായിട്ടുള്ള വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ശരത്താണ്. കാരണം എന്താണ്, അവൻ സ്കില്ലിനാണ് പ്രാധാന്യം കൊടുത്തത്. അവന് പണം കിട്ടുന്നുണ്ട്, പ്രശസ്തി കിട്ടുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ അവനൊരു സെലിബ്രിറ്റിയാണ്, കാര്യങ്ങളെല്ലാം തന്നെയാണ്. അവൻ നല്ല അവനൊരു മോഡലും കൂടിയിട്ടായിട്ട് മാറി. അതെല്ലാം തന്നെ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സ്കില്ലിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ്. ഞാനിവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം വേണമെങ്കിൽ നിങ്ങളെ സ്കില്ലിനായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ അക്കാദമിക്സിന് മാത്രം നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരിക്കലും ലൈഫിലെ അച്ചീവ്മെൻറ്റ്സ് വരില്ല. മറിച്ച് നിങ്ങളുടെ സ്കില്ലിലേക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്യും, നിങ്ങളുടെ ലൈഫിൽ വലിയ മിറാക്കിളാണ് സംഭവിക്കുക. ഇത് എൻ്റെ ലൈഫിലും നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പണം എന്ന് പറയുന്ന ഒരു ഫാക്ടറി അല്ലാതായി മാറും. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഗുജറാത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം 24 മണിക്കൂർ വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഷട്ട് ഡൗൺ വർക്ക്സ് ചിലപ്പോൾ നിങ്ങൾ കേട്ടിരിക്കും. അതെല്ലാം വർക്ക് ചെയ്തിട്ടും എനിക്ക് നല്ലൊരു പണമോ അല്ലെങ്കിൽ നല്ലൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ ഉണ്ടായിരുന്നില്ല. മറിച്ച് ഞാൻ സ്കില്ലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് എൻ്റെ ലൈഫിൽ മിറാക്കിൾ സംഭവിച്ചു. അതുകൊണ്ട് എല്ലാവരും തന്നെ നിങ്ങളുടെ സ്കില്ലിനെ മനസ്സിലാക്കിയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.